അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ തുടക്കത്തിൽ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിടാനും ശ്രമിച്ചേക്കണേ. അപ്പോൾ കഥയിലേക്ക് കടക്കാം. കരഞ്ഞു തളർന്ന് അയാൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ വല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഉറക്കി കരഞ്ഞ് ഞാൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ കൂടി നിൽക്കുന്നവർ എന്നെ ഒരു വേശ്യയായി ചിത്രീകരിച്ചു കഴിഞ്ഞു. ഒരാണിനോട് പോലും ഒരു പരിധിക്കപ്പുറം സംസാരം വെക്കാത്ത എന്നെയാണ് അവർ വേശ്യ എന്ന് വിളിക്കുന്നത്. അവരുടെ നാവ് പുഴുത്തു പോവില്ലേ ദൈവമേ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. ചുറ്റും കൂടി നിൽക്കുന്നവർ എൻ്റെ മാംസത്തിന് വേണ്ടി കടിപിടി കൂടുകയാണ്. ഇന്ദ്രയുടെ ചിന്തകൾ വർഷങ്ങൾക്കപ്പുറത്തേക്ക് കാടുകയറി. കഴുത്തിൽ മുറുകുന്ന മഞ്ഞച്ചരടിലേക്ക് ഒരിക്കൽ കൂടെ അവളുടെ കണ്ണുകൾ പതിഞ്ഞു. മുന്നിൽ നിൽക്കുന്നവനിലേക്ക് കണ്ണുകൾ ഒന്ന് ഉടക്കി. യദുവിൻ്റെ നോട്ടം അത്രയും തന്നിലാണെന്നറിയവേ ഇന്ദ്രയുടെ കണ്ണുകൾ ഒന്ന് പിടഞ്ഞു. യദു അവളെ തന്നെ നോക്കി പതിയെ ചിരിച്ചു. ഇരുനിറമുള്ള മുഖത്ത് ഒരു കുഞ്ഞു നുണക്കുഴി തെളിഞ്ഞു വരുന്നത് അവൾ കൊതിയോടെ നോക്കി. അവളുടെ ഉള്ളിൽ ഒരു കുഞ്ഞു പക്ഷി ചിറകടിച്ചുയർന്നു. ഇനി മുതൽ അവൻ്റെ ഇണയായി ഒരു ജീവിതം. ദിവാകരൻ്റെയും സരോജിനി ടീച്ചറുടെയും മൂത്ത മകളാണ് ഇന്ദ്ര. ഇന്ദ്രയ്ക്ക് താഴെ 3 പേരാണ്, 2 ആണും 1 പെണ്ണും. അർച്ചന, അഭിഷേക്, ആരവ്. സരോജിനി ടീച്ചർ പെൺകുട്ടികൾ ഒരു ജോലിയൊക്കെയായി സ്വന്തം കാലിൽ നിന്നിട്ട് വേണം വിവാഹം എന്നൊരു ചിന്താഗതിക്കാരിയാണ് പൊതുവെ. ദിവാകരനും അതേ അഭിപ്രായം തന്നെയാണ്. പക്ഷെ പഠിക്കാൻ വലിയ കുഴപ്പമില്ലാഞ്ഞിട്ടും ഇന്ദ്രക്ക് ജോലിയുള്ള സ്ത്രീകളോട് വലിയ താല്പര്യം പോരാ. കാരണം സരോജിനി ടീച്ചർ തന്നെ. അമ്മയുടെ തിരക്ക് പിടിച്ചുള്ള ജീവിതം. കുഞ്ഞുങ്ങളെയും നോക്കി വീട്ടിലെ സകല ചുറ്റുപാടുകളും തീർത്ത് അമ്മയുടെ തിരക്കുള്ള പിടിച്ചുള്ള ഓട്ടവും പാച്ചിലും അവൾ ദിവസവും കാണുന്നതാണ്. നേരെ മറിച്ച് അച്ഛൻ്റെ പെങ്ങന്മാർക്കാർക്കും ജോലിയില്ല. അമ്മാവന്മാരാണെങ്കിൽ ഗൾഫിലും. കുഞ്ഞുങ്ങളെ നോക്കി വീട്ടിലെ അല്ലറ ചില്ലറ പണിയും ഒതുക്കി അവർ സുഖമായി ഭർത്താക്കന്മാരുടെ ചിലവിൽ ജീവിക്കുന്നു. പതിയെ ഇന്ദ്രയും അങ്ങനൊരു ഭാവി ജീവിതം തന്നെ സ്വപ്നം കണ്ടു തുടങ്ങി. നല്ലൊരു ഭാര്യയായി, നല്ലൊരു മരുമകളായി, നല്ലൊരു അമ്മയായി വീട്ടിൽ ഒതുങ്ങിയുള്ള ഒരു ജീവിതം. യദു ടൗണിൽ ഒരു പലചരക്ക് കട നടത്തുകയാണ്. പിന്നെയുണ്ട് എന്തൊക്കെയോ ബിസിനസ്സുകൾ. യദുവും അച്ഛനും 2 അനിയന്മാരും എല്ലാം കൂടെയാണ് അത് നടത്തിക്കൊണ്ടു പോകുന്നത്. അന്ന് യദുവിൻ്റെ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറുമ്പോൾ നിലവിളക്ക് നീട്ടിയ യദുവിൻ്റെ അമ്മയെ നോക്കി ഒന്ന് ചിരിച്ച ഇന്ദ്രക്ക് തിരിച്ചു കിട്ടിയത് മുന വെച്ചുള്ളൊരു നോട്ടവും പുച്ഛത്തോടെയുള്ളൊരു ചിരിയുമാണ്. ഇന്ദ്രക്ക് വല്ലായ്മ തോന്നി. സ്വപ്നം കണ്ട് നിൽക്കാതെ ഇങ്ങ് കയറും ഇന്ദ്രേ, തൊട്ടടുത്ത് നിന്ന് യദുവിൻ്റെ ചേച്ചി പാർവതി അല്പം കനത്തിൽ പറഞ്ഞു. അതും കൂടെ കേട്ടപ്പോഴേക്കും ഇന്ദ്രക്ക് പരിഭ്രാന്തി കൂടി. അവളുടെ കയ്യിൽ നിന്നും നിലവിളക്ക് തെന്നി എണ്ണ തുളുമ്പി പോയി. യദുവിൻ്റെ അമ്മ സുഭദ്രയുടെ മുഖം ഒന്നുകൂടെ ഇരുണ്ടു. തൊട്ടപ്പുറം നിൽക്കുന്ന യദു ഒരക്ഷരം മിണ്ടാതെ നിൽക്കുന്നു എന്നൊരു ചിന്ത ഇന്ദ്രയെ ഭീതിയിലാഴ്ത്തി. പാവം, പേടി കയറിയിട്ടാവും. മോൾ സൂക്ഷിച്ചുള്ളിലോട്ട് വാ. യദുവിൻ്റെ അച്ഛൻ അരവിന്ദൻ വാത്സല്യത്തോടെ അവളൊന്ന് നോക്കി. ഓ പിന്നെ ഞങ്ങളാണോ കൂടുതൽ? അവൾക്ക് ഇത്രമാത്രം വിറയാൻ മാത്രം ഇവിടെ എന്തിരിക്കുന്നു? സുഭദ്ര ചുണ്ടൊന്നു കൂട്ടി. മോള് വാ, ഇതൊന്നും കാര്യാക്കണ്ട. അരവിന്ദൻ ഇന്ദ്രയെ ഉള്ളിലോട്ട് ക്ഷണിച്ചു. നിലവിളക്കുമായി അകത്തേക്ക് കയറുമ്പോൾ യദുവിൻ്റെ അച്ഛൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. തിരികെ അവളും. പക്ഷെ അന്നേരവും സുഭദ്രയുടെയും പാർവതിയുടെയും മുഖം ഇരുണ്ടു തന്നെ ഇരുന്നു. ഇന്ദ്രയ്ക്ക് യദുവിൻ്റെ വീട്ടിൽ അവസ്ഥയിൽ വല്ലാതെ ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. ഇന്ദ്രയ്ക്ക് പൊടുന്നനെ തൻ്റെ അനിയന്മാരെ ഓർമ്മ വന്നു. അവർ കഴിച്ചിട്ടുണ്ടാവുമോ, എന്നെപ്പറ്റി അന്വേഷിച്ചിട്ടുണ്ടാവുമോ? അമ്മയെയും അച്ഛനെയും കാണാൻ തോന്നി. ബന്ധുക്കളുടെയും അയൽക്കാരുടെയും ഇടയിൽ കുറേ നേരം അങ്ങനെ പ്രദർശന വസ്തുവായി ഇരുന്നു. നെഞ്ചിലേക്കും കയ്യിലേക്കും നോക്കിയിട്ടിട്ട് വന്ന പൊന്നിൻ്റെ അളവ് എടുക്കുന്ന തിരക്കിലാണ് ചിലർ. ഇന്ദ്ര പോയി വേഷം മാറിക്കോ, എന്നിട്ട് ഭക്ഷണം കഴിച്ച് കിടക്കാം. കുറേ ദിവസമായി തുടങ്ങിയ അലച്ചിലാണ്. എല്ലാവർക്കും ക്ഷീണം കാണും. പാർവതിയുടെ വാക്കുകൾ കേൾക്കെ ഇന്ദ്ര ചെറിയൊരു ചിരിയോടെ തലയാട്ടിക്കൊണ്ട് എഴുന്നേറ്റ് വന്നു. മുറിയിൽ പോയി ഒന്ന് കുളിച്ച് സാരി മാറ്റി ഒരു ചുരിദാർ എടുത്തിട്ടു. ആഭരണങ്ങളൊക്കെ അഴിച്ച് തലയിലെ മുല്ലപ്പൂവും അഴിച്ചു കളഞ്ഞപ്പോൾ വല്ലാത്തൊരു ആശ്വാസം തോന്നി അവൾക്ക്. തിരികെ മുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുറ്റത്ത് ആരോടോ സംസാരിച്ച് നിൽക്കുന്ന യദുവിനെ ഒരു നോട്ടം കണ്ടു. ഇപ്പോൾ വരാം എന്ന് അവൻ കണ്ണുകൾ കൊണ്ട് ഇന്ദ്രയെ നോക്കി പറഞ്ഞു. യദുവിൻ്റെ അനിയന്മാർ ഒക്കെ കാണുമ്പോൾ ചിരിക്കുന്നുണ്ടെങ്കിലും ഒന്നും പറയുന്നോ ചോദിക്കുന്നോ ഒന്നുമില്ലായിരുന്നു. ഭക്ഷണം കഴിക്കാതിരുന്നിട്ടും യദുവിൻ്റെ അമ്മയെ അവിടെ ഒന്നും കാണാത്തതിൽ ഇന്ദ്രക്ക് അല്പം പരിഭ്രമം തോന്നി. ചേച്ചി, അമ്മ എവിടെ? മടിച്ചാണ് അവൾ പാർവതിയോട് അമ്മയെപ്പറ്റി ചോദിച്ചത്. അമ്മക്ക് നല്ല തലവേദന, അമ്മ നേരത്തെ കിടന്നു. പാർവതി ഭക്ഷണത്തിൽ നിന്നൊന്ന് തല ഉയർത്തുക പോലും ചെയ്യാതെ വേണോ വേണ്ടയോ എന്നൊരു മട്ടിൽ പറഞ്ഞു. ബാക്കിയുള്ളവർ ചോദ്യം കേട്ടതായി പോലും നടിച്ചില്ല.
ഇന്ദ്ര ഒന്ന് മൂളിക്കൊണ്ട് തൻ്റെ പാത്രത്തിലേക്ക് നോക്കിയിരുന്നു. ഉള്ളിൽ പലവിധ ചിന്തകളും അവളെ അലട്ടിക്കൊണ്ടിരുന്നു. അന്ന് രാത്രി യദുവിൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുമ്പോൾ അത്രയും ഇന്ദ്രയുടെ ചിന്തകൾ പാർവതിയുടെയും യദുവിൻ്റെ അമ്മയുടെയും പെരുമാറ്റത്തെ ചുറ്റിപ്പറ്റി മാത്രമായിരുന്നു. വന്നുകയറിയ അന്ന് തന്നെ യദുവിനോട് അതിനെപ്പറ്റി ചോദിക്കുന്നത് ശരിയല്ലല്ലോ. ചിലപ്പോൾ കുടുംബം ഭിന്നിപ്പിക്കാൻ നോക്കുകയാണെന്ന് കരുതി തന്നെ തെറ്റിദ്ധരിച്ചെന്ന് വരും. അതുമല്ലെങ്കിൽ ചിലപ്പോൾ തുടക്കത്തിലേ അത് ഒരു കല്ലുകടിയായി മാറും. രാവിലെ ഉറക്കം ഞെട്ടി ഉണരുമ്പോൾ ക്ലോക്കിൽ 5 മണിയാണ് നേരം. വേഗത്തിൽ എഴുന്നേറ്റ് കുളിച്ചു കയറി റൂമിൻ്റെ വാതിൽ തുറന്ന് പുറത്തിറങ്ങിക്കൊണ്ട് അല്പം നേരം ആ നിൽപ്പ് നിന്നു. അടുക്കള വശത്ത് പുറകിലായി ഒരു കുളിമുറിയുണ്ട്. അതിൽ നിന്നും കുളി കഴിഞ്ഞ് യദുവിൻ്റെ രണ്ടാമത്തെ അനിയൻ സാജൻ ഇറങ്ങി വരുന്നത് കാണെ ഇന്ദ്ര അവനെ നോക്കി ഒന്ന് ചിരിച്ചു. തിരികെ അവനും. രാവിലെ 6 മണിയൊക്കെ ആകുമ്പോൾ കട തുറക്കും. ഞാനും അച്ഛനും ഇപ്പോൾ പോവും. യദുവേട്ടനും സുധീറും കുറച്ച് കഴിഞ്ഞേ പോകത്തുള്ളൂ. സാജൻ പറയുന്നതിന് മറുപടിയായി ചിരിയോടെ ഒന്ന് തലയാട്ടി. സാജൻ മുകളിലത്തെ മുറിയിലേക്ക് കയറി പോകുന്നത് നോക്കി അല്പനേരം ഇന്ദ്ര അങ്ങനെ നിന്നു. അടുക്കളയിൽ പാത്രങ്ങൾ ഒച്ചപ്പെടുന്ന ശബ്ദം കേൾക്കെ തിടുക്കത്തിൽ അടുക്കളയിലേക്ക് ചെന്നു. യദുവിൻ്റെ അമ്മ മാത്രമുള്ളൂ അടുക്കളയിൽ. പുറം തിരിഞ്ഞു നിന്ന് അടുപ്പിൽ വിറകൊതുക്കുകയാണ്. കണ്ണിലേക്ക് പുക അടിച്ചൊരു നിമിഷം അവർ പതിയെ തിരിയുന്നതും തന്നെ കണ്ട അവരുടെ മുഖത്ത് ഇരുണ്ട് കയറുന്നതും കാണെ ഇന്നലെ മനസ്സിൽ മുളപൊട്ടിയ ഭയം പിന്നെയും അവളെ കീഴ്പ്പെടുത്തി കളഞ്ഞു. പരിഭ്രമം മാറ്റിവെച്ചുകൊണ്ട് ഇന്ദ്ര അവരെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. തൊട്ടടുത്ത നിമിഷം അവരുടെ കയ്യിലെ പാത്രം നിലത്ത് വീണു. തല ചുറ്റുന്ന പോലെ അവർ നിലത്തേക്ക് ഊർന്നിരിക്കാൻ തുടങ്ങി. എവിടെ നിന്ന് ഓടി വന്ന പാർവതി ചേച്ചി അവരെ താങ്ങി. എന്തു പറ്റിയമ്മ? പാർവതി വെപ്രാളപ്പെട്ടു. ഇന്ദ്ര എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ച് നിന്നുപോയി. അന്ന് മുഴുവൻ യദുവിൻ്റെ അമ്മ മുറിയിൽ നിന്ന് ഇറങ്ങാതെ കിടന്നു. 1-2 വട്ടം ഇന്ദ്ര പോയി അസുഖവിവരം അന്വേഷിച്ചെങ്കിലും ആ സ്ത്രീ ഒരക്ഷരം പോലും മിണ്ടിയില്ല. ഇന്ദ്രയ്ക്ക് ആ വീട്ടിൽ നിൽക്കുന്ന ഓരോ നിമിഷവും ഭയം തോന്നി തുടങ്ങി. ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടു തുടങ്ങി. പക്ഷെ അന്നേരവും യദുവിൻ്റെ മുഖം മനസ്സിലേക്ക് ഓടിപ്പാഞ്ഞു വന്നു. അവൻ കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും എല്ലാം അവരുടെ ഭയത്തെ തുടച്ചു നീക്കിക്കൊണ്ടിരുന്നു. ആദ്യമായി അറിയാത്ത ഒരു വീടിൻ്റെ ചുറ്റുപാടുകൾ പഠിപ്പിക്കുന്നതിനു മുമ്പേ തന്നെ, ആ വീടിൻ്റെ മരുമകളാവുന്നതിന് മുന്നേ തന്നെ അവൾ ആ വീടിൻ്റെ അടുക്കളക്കാരിയായി മാറി. പാർവതി ഓരോ ജോലി തീരുമ്പോൾ അടുത്ത ജോലിക്കുള്ള നിർദ്ദേശം കൊടുത്തുകൊണ്ടിരുന്നു. ആദ്യമായി ഉണ്ടാക്കുന്ന പല ഭക്ഷണത്തിൻ്റെ രുചിയും ഇന്ദ്രയെ ഭയപ്പെടുത്തി. അത്യാവശ്യം വേണ്ടുന്ന അടുക്കളപ്പണികൾ അറിയാമെങ്കിലും ആ വീടിൻ്റെ ചുറ്റുപാട് മറ്റൊന്നായിരുന്നു. ഒരു സദ്യക്കുള്ള വിഭവങ്ങൾ ഉണ്ടായിരുന്നു ഉച്ചത്തേക്കുള്ള ഭക്ഷണത്തിന്. അതിനിടയിൽ യദുവും സുധീറും കടയിൽ പോയി. അച്ഛനുള്ള ഭക്ഷണവും കൊണ്ടാണ് പോയത്. വൈകുന്നേരം വരെ എടുത്തു വീട്ടിലെ എല്ലാ ജോലികളും തീരാൻ. ഇന്ദ്ര ജീവിതത്തിൽ ആദ്യമായാണ് അത്രയും നേരം അടുക്കളയിൽ തള്ളി നീക്കുന്നത് പോലും. വൈകുന്നേരം ആയപ്പോഴേക്കും യദുവിൻ്റെ അമ്മ അടുക്കളയിലേക്ക് വന്നു. പക്ഷെ അവർ ഇന്ദ്രയെ ഒന്ന് നോക്കുപോലും ചെയ്തില്ല. വൈകുന്നേരത്തെ ചായക്ക് ഉള്ളിവട മതിയെന്നും പറഞ്ഞ് പാർവതി കുഞ്ഞുങ്ങളെയും കൊണ്ട് ഉച്ചയുറക്കത്തിന് പോയിരുന്നു. ചായയും പലഹാരവും യദുവിൻ്റെ അമ്മയുടെ അരികിൽ കൊണ്ടുവച്ചുകൊണ്ട് ഇന്ദ്ര അവരെ നോക്കിയൊന്ന് ചിരിച്ചു. മുഖം കടിപ്പിച്ച് പലഹാരത്തിൻ്റെ ഷേപ്പും നിറവും നോക്കിയിരുന്നതല്ലാതെ അവരൊരക്ഷരം മിണ്ടിയില്ല. അതിൽ നിന്നൊന്ന് തൊട്ടു നോക്കുക പോലും ചെയ്തില്ല. പകരം അവർ ഉച്ചയ്ക്ക് ഇന്ദ്ര ഉണ്ടാക്കിയ ഓരോ കറികളും അടുക്കള വശത്തെ തെങ്ങിൻ ചുവട്ടിലേക്ക് ഒഴിക്കുകയാണ് ചെയ്തത്. ഇന്ദ്ര മിഴിച്ചു നിന്നുപോയി. താൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നിരിക്കുക പോലും ചെയ്യാതെ ഉണ്ടാക്കിയ ഭക്ഷണം എല്ലാം തെങ്ങിന് വളമാവുന്നത് അവൾ ആകുലതയോടെ നോക്കി നിന്നുപോയി. ഇന്ദ്രയ്ക്ക് പൊടുന്നതിന് സങ്കടം വന്നു. എങ്കിലും ഒരക്ഷരം കൊണ്ട് പോലും എതിർക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല. പാർവതി ഉച്ചയുറക്കം കഴിഞ്ഞു വരുന്നത് വരെ ഇന്ദ്രൻ ഉള്ളിൽ ചവിട്ടി നിൽക്കുന്നത് പോലെ നിന്നു. ആ വീട്ടിൽ ഒരാളോട് സംസാരിക്കാനോ മിണ്ടാനോ ഇല്ലാതെ അവൾ കുഴഞ്ഞുപോയി. ഊൺമേശക്കരികെ ചെറിയൊരു സ്റ്റാൻഡിൽ വെച്ചിരുന്ന ടെലിഫോണിലേക്ക് കണ്ണുകൾ നീങ്ങവേ ഇന്ദ്രക്ക് അല്പം ആശ്വാസം തോന്നി. അതെടുത്ത് വീട്ടിലേക്ക് വിളിച്ചു. അപ്പുറം പെറ്റമ്മയുടെ സ്വരം കേൾക്കെ അതുവരെ ഉണ്ടായിരുന്ന ആകുലതയും പേടിയും എല്ലാം കൂടെ കരച്ചിലായി പുറത്തേക്ക് വന്നു. മോൾ എന്തിനാ കരയുന്നെന്നും യദുവിൻ്റെ വീട്ടിലേക്ക് മോൾക്ക് സുഖമല്ലേ എന്നുമൊക്കെ അമ്മ ചോദിക്കുന്നുണ്ട്. എല്ലാത്തിനും അത് എന്ന് മാത്രമായിരുന്നു അവളുടെ മറുപടി. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ അല്പം ആശ്വാസം തോന്നി. ചെറിയൊരു ദീർഘനിശ്വാസത്തോടെ തിരിഞ്ഞു നോക്കിയത് പുറകിൽ തന്നെ നോക്കി നിൽക്കുന്ന യദുവിൻ്റെ അമ്മയുടെ മുഖത്തേക്കാണ്. അവർക്ക് ചിരിക്കാൻ അറിയില്ലേ എന്നൊരു നിമിഷം ഇന്ദ്ര ചിന്തിച്ചു പോയി. ടെലിഫോൺ ബില്ല് ഇവിടെ അടക്കുന്നത് യദുവല്ല, യദുവിൻ്റെ അച്ഛനാണെന്ന ഒരലർച്ചയായിരുന്നു അവരിൽ നിന്നുണ്ടായത്. ഇന്ദ്ര ഞെട്ടിക്കൊണ്ട് 2 അടി മാറി നിന്നു. സുഭദ്ര അടുക്കള ലക്ഷ്യമാക്കി നടന്നു. ഇന്ദ്രക്ക് അന്നേരം യദുവിനെ ഒന്ന് കണ്ടാൽ മതിയെന്ന് തോന്നിപ്പോയി. പാർവതി ഉറക്കം എഴുന്നേറ്റ് വന്നിരുന്നു. അപ്പോഴേക്കും
വൈകുന്നേരം യദുവിൻ്റെ വീട്ടിൽ ചപ്പാത്തി നിർബന്ധമാണ്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പലഹാരം. അന്നേ ദിവസം രാവിലെയോ ഉച്ചക്കോ ഉണ്ടാക്കിയ ഭക്ഷണങ്ങളോ കറികളോ യദു അടങ്ങുന്ന ആൺവർഗം രാത്രി കഴിക്കില്ലെന്ന് പോലും. ഉച്ച തിരിഞ്ഞാൽ അതൊക്കെ പശുവിൻ്റെ വെള്ളത്തിലേക്ക് ഇടാറാണ് പതിവ് എന്ന്. ഇന്ദ്ര ആദ്യമായിട്ടായിരുന്നു അത്തരത്തിലുള്ളൊരു ജീവിത രീതി നയിക്കുന്ന ഒരു വീട്ടുകാരെ കാണുന്നത് പോലും. വൈകുന്നേരം അത്രയും ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയെടുത്തപ്പോഴേക്കും ഇന്ദ്ര ക്ഷീണിച്ചു പോയിരുന്നു. അതിനിടയിൽ ഇന്ദ്രയ്ക്ക് വേണമെങ്കിൽ ഒന്ന് കിടന്നോ എന്നോ അല്ലെങ്കിൽ അല്പം നേരം ഇരുന്നോ എന്നോ ആരും പറഞ്ഞില്ല. എന്തിനു പറയുന്നു, ചിരിച്ചുകൊണ്ടുള്ളൊരു നോട്ടം പോലും ആരും തന്നില്ല. രാത്രി ഒരു 8 മണിയായപ്പോൾ അച്ഛൻ വരുന്നത് കണ്ടു. അന്നേരം അമ്മയും പാർവതിയും ഉമ്മറത്തിരിക്കുന്നുണ്ടായിരുന്നു. അച്ഛനെ കണ്ടപാടെ പാർവതി ഒരു ലുങ്കിമുണ്ട് എടുത്തു കൊടുത്ത് അകത്തേക്ക് കയറിപ്പോയി. അച്ഛൻ ഉമ്മറത്ത് നിന്ന് തന്നെ വെള്ളമുണ്ടും അടിവസ്ത്രവും അഴിച്ചു മാറ്റി ലുങ്കിമുണ്ടും എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി. അമ്മ ഒരക്ഷരം മിണ്ടാതെ അച്ഛൻ്റെ അടിവസ്ത്രവും മുണ്ടും എടുത്തുകൊണ്ട് അകത്തോട്ട് പോകുന്നത് കണ്ടപ്പോൾ ഇന്ദ്രയ്ക്ക് വല്ലായ്മ തോന്നി. ഒപ്പം സ്വന്തം വസ്ത്രങ്ങളൊക്കെ സ്വന്തമായി അലക്കുകയും കഴിക്കാനുണ്ടാക്കുകയും ചെയ്യുന്ന സ്വന്തം അച്ഛനെ അവൾക്ക് ഓർമ്മ വന്നു. അച്ഛൻ വന്ന് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും സാജൻ വന്നു. ഓരോരുത്തരായി കഴിച്ചു തുടങ്ങി. ഇന്ദ്ര കഴിക്കുന്നില്ലേ എന്ന് ആരും ചോദിച്ചില്ല. യദുവിനെയും കാത്ത് ഏറെ നിന്നു. 8 മണി എന്നുള്ളത് 9ഉം 10ഉമായി. ഏകദേശം 12 മണി കഴിഞ്ഞ ഒരു നേരത്ത് മുറ്റത്ത് യദുവിൻ്റെ ബൈക്കിൻ്റെ ശബ്ദം കേട്ടു. യദുവും സുധീറും ആ നേരത്ത് കട അടച്ചാണ് വരവ് പതിവുള്ളത്. പക്ഷേ വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയെങ്കിലും യദുവിനെ അതിൽ നിന്ന് ഒഴിവാക്കാമായിരുന്നില്ല എന്നൊരു ചിന്ത ഇന്ദ്രയുടെ മനസ്സിൽ മുളപൊട്ടി. യദുവിനും സുധീറിനും ഭക്ഷണം എടുത്തു കൊടുത്ത് ഇന്ദ്രയും കഴിച്ചു. അടുക്കളയിലെ പണികൾ ഒതുക്കിയപ്പോൾ സമയം 2 മണി. ഇന്ദ്രയ്ക്ക് വല്ലാത്ത ക്ഷീണം തോന്നി. ഒപ്പം ഭയവും സങ്കടവും. ഇനി എന്നും തൻ്റെ ജീവിതം ഇങ്ങനെ ആവുമോ എന്നൊരു ഭയം അവളെ കീഴ്പ്പെടുത്തി കളഞ്ഞിരുന്നു. പക്ഷെ രാത്രി ഉണ്ടായ യദുവിൻ്റെ സ്നേഹപ്രകടനത്തിലും വാഗ്ദാനങ്ങളിലും പിന്നെയും അവളുടെ ഉള്ളിൽ നല്ലൊരു നാളെ എന്നൊരു സ്വപ്നം പൂവിടുകയായിരുന്നു. പിറ്റേ ദിവസം യദുവിൻ്റെ അമ്മക്ക് പതിവ് തലചുറ്റൽ തന്നെയായിരുന്നു. പക്ഷെ അവർ ഒന്ന് റെസ്റ്റ് പോലും എടുക്കാതെ വീട്ടിലെ ജോലികൾ ഓരോന്നായി ചെയ്തു തുടങ്ങി. അടുക്കള മുഴുവനായും യദുവിൻ്റെ അമ്മ തന്നെ ഏറ്റെടുത്തു. അരിയലും നുറുക്കലും കഴുകലും അടിക്കലും തുടക്കലും തിരുമ്പലും എല്ലാം ഇന്ദ്രയുടെ തലയിലായി. ഇന്ദ്ര മടിയൊന്നും കൂടാതെ തന്നെ ഏൽപ്പിക്കുന്ന ഓരോ ജോലിയും വൃത്തിയായി ചെയ്തു. പക്ഷേ യദുവിൻ്റെ അമ്മയുടെ മുഖം ഒന്ന് തെളിയുകയോ അവർ ഒന്ന് ചിരിക്കുകയോ ചെയ്തില്ല. എന്ന് മാത്രമല്ല, ഇന്ദ്ര ചെയ്യുന്ന ജോലികളിൽ അത്രയും എന്തെങ്കിലും തരത്തിൽ ഒരു കുറ്റം കണ്ടുപിടിക്കുകയും ചെയ്തു. വീട്ടിലുണ്ടായിരുന്ന 3 ജോലിക്കാരിൽ 2 ജോലിക്കാരികളെ അവർ അന്ന് പറഞ്ഞയച്ചു. ഒരാൾ മാത്രം പണ്ട് വന്നു കൂടിയ കണക്ക് പറഞ്ഞ് അവിടെ തന്നെ പിടിച്ചു നിന്നു. വൈകുന്നേരം അച്ഛൻ വരുമ്പോൾ രാത്രി ഏകദേശം 9 മണി കഴിഞ്ഞിരുന്നു. അന്നേരം കൊണ്ടുവന്ന മീൻ അപ്പോൾ തന്നെ കറി വെക്കണമെന്ന് പറഞ്ഞു. ഒരു പാത്രം നിറയെ ഉണ്ടായിരുന്ന ഉച്ചനേരത്തെ കറികൾ ഓരോന്നായി പശുവിൻ്റെ വെള്ളത്തിലേക്ക് ഒഴിക്കുമ്പോൾ ഇന്ദ്രയുടെ കൈ വിറച്ചു. അന്നം കിട്ടാതെ വിതുമ്പുന്ന ഒരുപാട് പേരുടെ മുഖം അവളുടെ ഉള്ളിലേക്ക് ഓടിമറിഞ്ഞു. ഉമ്മറത്തെ ചർച്ച അന്ന് സാജൻ്റെ വിവാഹക്കാര്യമായിരുന്നു. യദുവിനേക്കാൾ 2 വയസ്സിന് താഴെയാണ് സാജൻ. തെക്കേലെ ദിവാകരൻ്റെ മോളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നല്ല കുട്ടിയാണ്, കാണാനും നല്ല അഴകാണ്. യദുവിൻ്റെ അച്ഛൻ താല്പര്യത്തോടെ പറയുന്നുണ്ട്. നോക്കിയും കണ്ടൊക്കെ മതി. യദുവിന് തന്നെ എന്തോരം ആലോചനകൾ വന്നതാണെന്നോ. എന്നിട്ട് നോക്കി കുഴിയിൽ പോയി ചാടിയില്ലേ. അച്ഛന് വെള്ളവുമായി വന്ന ഇന്ദ്രയുടെ മുഖത്ത് നോക്കിയായിരുന്നു അവരുടെ ആ പ്രസംഗം. ഇന്ദ്ര അവരെ തന്നെ ഉറ്റുനോക്കി. പിന്നെ അച്ഛാ, അമ്മായിയമ്മമാർ ജോലിക്കാർ ആയിട്ടുള്ള വീട്ടിൽ നിന്നും ഒട്ടും ബന്ധം നോക്കണ്ട കേട്ടോ. ചെറുക്കനൊന്ന് വിരുന്നിന് കയറി ചെല്ലണമെങ്കിൽ അമ്മായിയമ്മയുടെ സമയവും സൗകര്യവും ഒക്കെ ഒപ്പിട്ട് വാങ്ങിയിട്ട് വേണ്ടി വരും. പാർവതിയുടെ വാക്കുകൾക്ക് മൂർച്ച വെച്ചു. ഇന്ദ്ര ഒരക്ഷരം മിണ്ടാതെ പതുങ്ങിപ്പോയി. അച്ഛനുള്ള വെള്ളവും കൊടുത്ത് അകത്ത് കയറി പോകുമ്പോൾ അവളുടെ ഉള്ളിൽ വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി യദു വരുമ്പോൾ ഇന്ദ്ര വല്ലാതെ മൂകയായിരുന്നു. ഉണ്ടായ കാര്യങ്ങളൊന്നും തുറന്നു പറയാതെ അച്ഛനെയും അമ്മയെയും കാണാതെ സങ്കടം കൊണ്ടാണെന്ന് ഇന്ദ്ര ഒരു നുണ പറഞ്ഞു. അന്ന് രാത്രി മുറിയിലേക്ക് വരുമ്പോൾ യദു അവൾക്ക് നേരെ ഒരു കവർ നീട്ടി. ചുവന്ന നിറത്തിലുള്ള ചുരിദാർ അവളുടെ കണ്ണും മനസ്സും നിറച്ചു. നിനക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത വട്ടം നമുക്ക് ഒരുമിച്ച് പോയിട്ട് എടുക്കാം കേട്ടോ. അവൾക്ക് ഇഷ്ടപ്പെടുമോ എന്നൊരു ആകുലതയിൽ ഉറ്റുനോക്കി നിൽക്കുന്നവനെ കാണാൻ ഇന്ദ്ര സകല സങ്കടങ്ങളും മറന്ന് അവനിലേക്ക് ചാഞ്ഞു പോയിരുന്നു. അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ല തലകറക്കം വരുന്നുണ്ടല്ലോ. വെയ്യെങ്കിൽ ഡോക്ടറെ കാണിക്കാമായിരുന്നു. രാവിലത്തെ ജോലിക്കിടയിൽ അവൾ പാർവതിയോടായി പറഞ്ഞു. അന്ന് 1-2 വട്ടം യദുവിൻ്റെ അമ്മക്ക് പൊടുന്നനെയുള്ള തലചുറ്റലും ക്ഷീണവും ഉണ്ടായിരുന്നു. അമ്മക്ക് തലകറക്കം വരുന്നുണ്ടെങ്കിലേ അതിൻ്റെ കാരണക്കാരി നീയാണ്. നിന്റെ മുഖം കണ്ടത് മുതലാണ് എനിക്കിത് വന്നു തുടങ്ങിയത്.
നിറവുമില്ല, മുടിയുമില്ല, ഒരിത്തിരി മുഖഭംഗിയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ യദുവിന് ഈ ഗതികേട് വന്നല്ലോ. പറഞ്ഞു തീരുമ്പോഴേക്കും യദുവിൻ്റെ അമ്മ വിങ്ങിപ്പൊട്ടിയിരുന്നു. ഇന്ദ്ര തടഞ്ഞു നിന്നുപോയി. സാജനും പാർവതിയും സുധീറും യദുവിൻ്റെ അമ്മയും എല്ലാം നല്ല വെളുത്ത നിറമുള്ളവർ ആയിരുന്നുവെങ്കിലും യദു ഇന്ദ്രയേക്കാൾ നിറം കുറവായിരുന്നു. ഒരിക്കലും ഇന്ദ്ര ഒരു വിരൂപയുമായിരുന്നില്ല. യദുവിനോട് കുറച്ച് കുങ്കുമപ്പൂവോ മറ്റോ കൊണ്ടുവരാൻ പറ. ആ പാലിലിട്ട് കുറച്ച് തിളപ്പിച്ചു കൊടുത്ത് പാർവതി ഇവൾക്ക്. നാലാളുടെ മുന്നിൽ കാണിക്കേണ്ട ഇതിനെ. യദുവിനെ അമ്മയുടെ വാക്കുകൾ കേൾക്കെ പാർവതി ഊറിച്ചിരിച്ചു. ഇന്ദ്രയുടെ ആത്മാഭിമാനത്തിനന്ന് ആദ്യമായി പൊള്ളലേറ്റു. ചെറിയ ചെറിയ കുത്തുവാക്കുകൾ ദിനം പ്രതി പെരുകി തീമഴയായി ഇന്ദ്രയെ പൊള്ളിക്കാൻ തുടങ്ങി. യദുവിൻ്റെയും അമ്മയുടെയും പാർവതിയും അതിൽ പ്രത്യേകം ആനന്ദം കണ്ടെത്തി കഴിഞ്ഞിരുന്നു. യദുവിനെയും കൂട്ടി വിവാഹം കഴിഞ്ഞ് 3-ന്റെ അന്ന് ഒരിക്കൽ വീട്ടിൽ പോയതാണ്. ഇപ്പോൾ ഇതൊരു മാസം കഴിഞ്ഞു. ഇന്നേ വരെ അങ്ങോട്ട് പോയിട്ടില്ല. അവിടെ നിന്നുള്ള അമ്മയുടെ വിളിയിലെല്ലാം ഇവിടെ ഉള്ളവരുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നിറഞ്ഞു നിന്നു. ഞാൻ പറയാതെ തന്നെ ഇവിടത്തെ എൻ്റെ അവസ്ഥ അമ്മ മനസ്സിലാക്കിയ പോലെ മടിച്ചാണെങ്കിലും യദുവിൻ്റെ അമ്മയോട് രണ്ടും കൽപ്പിച്ച് ഒരു ദിവസം വീട്ടിലോട്ട് പോവട്ടെ എന്ന് ചോദിച്ചു. നിന്റെ വീട്ടിൽ നിന്ന് തരാമെന്ന് പറഞ്ഞ സ്ത്രീധനത്തിൽ 1,00,000 രൂപയുടെ കുറവുണ്ടെന്നും അത് ഇവിടെ ആദ്യം കൊടുന്ന് ഏൽപ്പിച്ചാൽ നിനക്ക് പോകാമെന്നുമായിരുന്നു യദുവിൻ്റെ അമ്മയുടെ നിലപാട്. ആകെ മൊത്തം 65 പവനും കൊണ്ടുവന്ന ഇന്ദ്രക്ക് അത് മുഖത്തടി കിട്ടും പോലെ തോന്നി. ഒരിക്കൽ ഇന്ദ്രയുടെ ആഭരണം കണ്ടപ്പോൾ പാർവതി യദുവിൻ്റെ അമ്മയോട് കയർക്കുന്നത് കേട്ടതാണ്. അവർക്കാകെ 15 പവനെ കൊടുത്തിട്ടുള്ളൂ എന്നത്. യദുവിൻ്റെ അമ്മയും പകരം നിനക്ക് സ്ത്രീധനമായി വേറെ സ്ഥലം എഴുതി തന്നല്ലോ എന്ന് ചോദിക്കുന്നതും കേട്ടു. അത്യാഗ്രഹം പിടിച്ച ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്കാണ് നിലവിളക്കും പിടിച്ച് കയറി ചെന്നതെന്ന് അന്ന് ഇന്ദ്രക്ക് മനസ്സിലായിരുന്നു. അന്ന് രാത്രി ഇന്ദ്ര യദുവിനോട് തൻ്റെ മനസ്സ് തുറന്നു. നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരികെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടോളൂ എന്നും പറഞ്ഞ് അവൾ തേങ്ങിക്കരഞ്ഞു. ആ കരച്ചിൽ യദുവിൻ്റെ ഉള്ളുലച്ചു. ഇന്ദ്ര തിരികെ പോകുമോ എന്നൊരു സങ്കടം അവനെ ആശങ്കയിലാഴ്ത്തി. കുറച്ചു കഴിയുമ്പോൾ നമുക്ക് സ്വന്തമായി ഒരു വീടെടുത്ത് മാറാമെന്നും അതുവരെ പിടിച്ചു നിൽക്കണം. നീ എന്നെ വിട്ട് പോവല്ലേ എന്നും പറഞ്ഞ് യദു ഇന്ദ്രയുടെ അരികിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. ആ ഒരു കരച്ചിലിൽ ഇന്ദ്രയുടെ ഉള്ളലിഞ്ഞു. യദുവിനോടുള്ള സ്നേഹം പിന്നെയും അവളെ അവിടെ തന്നെ ചുവടുറപ്പിച്ച് നിർത്തി. 2 ആഴ്ചക്കുള്ളിൽ ഇന്ദ്രയുടെ അച്ഛൻ ബാക്കിയുള്ള സ്ത്രീധന തുകയും കൊണ്ട് വന്നു കൊടുത്തു. അതിൻ്റെ പിറ്റേന്ന് ഇന്ദ്രക്ക് സ്വന്തം വീട്ടിലേക്ക് പോകാനുള്ള അനുമതി കിട്ടി. യദു വാങ്ങിക്കൊടുത്ത ചുരിദാർ ഇട്ട് കൊണ്ട് റൂമിന് പുറത്തിറങ്ങിയ ഇന്ദ്രയെ പാർവതി ചുഴിഞ്ഞൊന്ന് നോക്കി. ചുരിദാർ യദു വാങ്ങിക്കൊണ്ടുവന്നതാണെന്ന് കൂടെ പറഞ്ഞപ്പോൾ അവരുടെ മുഖം ഇരുണ്ടുകൂടി വന്നു. എങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ പാർവതി അത് ഒളിപ്പിച്ച് പിടിച്ച് ചിരിച്ചു. ചുരിദാറിന് ഇണങ്ങിയ ഒരു കുഞ്ഞു വെള്ളക്കല്ലുള്ള കമ്മലിട്ടിറങ്ങിയ ഇന്ദ്രയെ യദുവിൻ്റെ അമ്മയും പാർവതിയും കളിയാക്കി ചിരിച്ചു. കല്ലിൻ്റെ തിളക്കം കൊണ്ടെങ്കിലും അത് അണിഞ്ഞിരിക്കുന്ന മുഖം കാണട്ടെ എന്നായിരുന്നു യദുവിൻ്റെ അമ്മയുടെ തമാശ. അത് കേട്ട് ഓടിച്ചിരിക്കാൻ പാർവതിയും. ഇതിലെവിടെയാണ് തമാശ? ഇതിലെവിടെയാണ് ഞാൻ നിങ്ങളോടൊപ്പം ചിരിക്കേണ്ടത് എന്നൊരു ഭാവത്തിൽ കണ്ണു നിറച്ച് ഇന്ദ്രയിൽ നിന്നു. സ്വന്തം വീട്ടിലെത്തിയപ്പോൾ അന്ന് ഏറെ കാലത്തിന് ശേഷം ഇന്ദ്ര മനസ്സറിഞ്ഞൊന്ന് ചിരിച്ചു. യദുവും വളരെ നല്ല രീതിയിലായിരുന്നു വീട്ടുകാരോട് പെരുമാറിയത്. ഇന്ദ്രയുടെ അമ്മ ഏറെ നേരം ഇരുന്ന് ചോദിച്ചിട്ടു യദുവിനെ ഒരു നാണക്കേടാവേണ്ട എന്നൊരു രീതിയിൽ ഇന്ദ്ര ആ വീട്ടിലുള്ള അവസ്ഥയെപ്പറ്റി സ്വന്തം അമ്മയോട് തുറന്നു പറഞ്ഞില്ല. ഇന്ദ്രയുടെ അനിയന്മാരോടും അനിയത്തിയോടുമൊക്കെ യദു പെട്ടെന്ന് കൂട്ടായി. അന്ന് വൈകുന്നേരം യദു എല്ലാവരെയും കൊണ്ട് ഒന്ന് പുറത്തൊക്കെ പോയി തിരിച്ചു വന്നപ്പോഴേക്കും ഇന്ദ്രയുടെ ഉള്ളും തണുത്തിരുന്നു. പിറ്റേന്ന് യദുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ സമയം എടുക്കുന്തോറും ഇന്ദ്ര മൗനമായി തുടങ്ങി. ഒരുപാട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാ ഞാൻ. കുഞ്ഞുങ്ങളുടെ ഉള്ളറിയുന്നവർക്ക് നല്ലൊരു അധ്യാപിക ആവാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള എനിക്ക് എൻ്റെ മോളുടെ ഉള്ളറിയാൻ വലിയ പ്രയാസമൊന്നുമില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാം. ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോൾ ഇങ്ങോട്ട് പോരെ, അമ്മയുണ്ട് കൂടെ. ഇന്ദ്രയുടെ അമ്മ അവൾക്ക് വാക്കുകൊടുത്തു. അവൾ അമ്മയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞ് പൊട്ടിക്കരഞ്ഞു പോയി. അന്ന് യദുവിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ യദുവിൻ്റെ അമ്മ മുറ്റത്ത് നിൽപ്പുണ്ട്. ഇന്ദ്ര ഒന്ന് വിളിച്ചിട്ട് അവർ മുഖം കൊടുത്തു പോലെയില്ല. യദുവിനോടും അതേ സമീപനമായിരുന്നു അവർക്ക്. പക്ഷെ പാർവതിക്ക് മാത്രം ഇന്നേ വരെ ഇല്ലാത്തൊരു സ്നേഹമായിരുന്നു അന്ന് ഇന്ദ്രയോട്. ഇന്ദ്ര, നീ ഇതൊന്ന് നോക്കിയേ. മുറിയിലിരിക്കുന്ന ഇന്ദ്രയുടെ അടുത്തേക്ക് വലിയൊരു പെട്ടിയുമായാണ് പാർവതി എത്തിയത്. ഒരു വലിയ പെട്ടി ഇന്ദ്രയുടെ തൊട്ടടുത്ത് കട്ടിലിൽ കൊണ്ടുവച്ച് പാർവതി ഇന്ദ്രയെ നോക്കിയൊന്ന് ചിരിച്ചു. ഇതുവരെ ഇല്ലാത്തൊരു ചിരിയും സന്തോഷവും അപ്പാടെ പാർവതിയുടെ മുഖത്തുണ്ടായിരുന്നു. ഇന്ദ്ര കൗതുകത്തോടെ അവരെ നോക്കി. നല്ല വെളുത്ത നിറമാണ് പാർവതിക്ക്. യദുവിൻ്റെ അമ്മയെ പോലെ തന്നെ അരക്കൊപ്പം കിടക്കുന്ന ഇടതൂർന്ന മുടിയും ആകാരവടിയും എല്ലാം കൊണ്ടും ഒത്തൊരു പെണ്ണ്. അതിൻ്റേതായ എല്ലാ അഹങ്കാരവും പാർവതിയുടെ നടത്തത്തിലും പെരുമാറ്റത്തിലും ഉണ്ട്. പെട്ടി തുറന്നപ്പോൾ കാഴ്ചവെക്കും മുമ്പേ ഏറെക്കാലം അനക്കാതെ വെച്ച
വസ്ത്രത്തിൻ്റെ ഗന്ധം അവളുടെ നാസികയിലേക്ക് അടിച്ചു കയറി. ഒരുപാട് തരം കോട്ടൺ സാരികളാണ്, പലതും കടുനിറങ്ങൾ, മഞ്ഞ സാരിയും ഓറഞ്ചുമെല്ലാം. ഇന്ദ്ര ഇനി മുതൽ ഇതൊക്കെ എടുത്താൽ മതി. അച്ഛൻ പണ്ട് ഗൾഫിലായിരുന്നു, അന്ന് അമ്മക്ക് കൊണ്ടുവന്നിരുന്നതാ, അമ്മ എടുക്കാതെ സൂക്ഷിച്ചു വെച്ചതാ. അത്രയും പറഞ്ഞ് പാർവതി ഭംഗിയായി ഒന്ന് ചിരിച്ചു. ഞാൻ കല്യാണത്തിന് മാത്രമേ സാരി ഉടുത്തിട്ടുള്ളൂ, സാധാരണ ചുരിദാറാണ് ഇടാറ്. സാരി ഉടുക്കാൻ അറിയില്ല ചേച്ചി. ഇന്ദ്ര സാരിയിലൊന്ന് തൊട്ടു നോക്കിക്കൊണ്ട് താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു. ഇന്ദ്രയുടെ ആ തുറന്നു പറച്ചിൽ പാർവതിയുടെ മുഖത്ത് കാർമേഘം വന്ന് നിറഞ്ഞു. ഇന്ദ്ര, ഉള്ളത് പറയാലോ, ഇവിടെ എല്ലാവരും കൂടെ നടത്തിക്കൊണ്ടുവരുന്ന കടയാണ്. ഏതോ ഒറ്റയ്ക്ക് അധ്വാനിച്ചുണ്ടാക്കുന്നതല്ല. അതുകൊണ്ട് എപ്പോഴും വസ്ത്രം വേണം, വേറെ എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. പറഞ്ഞേക്കാം, ഇതിപ്പോൾ ഉടുത്ത് എന്ന് കരുതി ഒന്നും വരാനില്ല. ആകാശം ഇടിഞ്ഞു വീഴത്തൊന്നുമില്ല. പാർവതി വെട്ടിത്തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. പാർവതിയുടെ മുഖം മുറുകുന്നത് കാണാൻ ഇന്ദ്ര ഭയത്തോടെ തലയാട്ടി. പിന്നെ നീ ചുരിദാർ ഇട്ടിറങ്ങുമ്പോൾ ഒരുമാതിരി കോലിൽ തുണി പിടിച്ച കോലാണ്. എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാം, നോക്കുകുത്തിയ പോലെ. പാർവതി ചുണ്ടൊന്നു കൊട്ടി. ഇന്ദ്രക്ക് അടക്കാനാവാത്ത അത്രയും സങ്കടം തോന്നി. പക്ഷെ ഒരക്ഷരം മിണ്ടാതെ അവൾ ഇരുന്നു. പാർവതി പെട്ടി അടച്ച് ഇന്ദ്രക്ക് നേരെ വലിച്ചിട്ടു. അന്നു മുതൽ 10-30 കൊല്ലം പഴക്കമുള്ള സാരികളായിരുന്നു ഇന്ദ്രയുടെ വേഷം. ആ സാരികൾ ഉടുക്കുമ്പോൾ മാത്രം ആരും അവളെ കളിയാക്കിയില്ല. പാർവതിക്കും യദുവിൻ്റെ അമ്മക്കും ആ പഴകിയ സാരികളിൽ മാത്രം ഇന്ദ്രയുടെ സൗന്ദര്യം കണ്ടെത്താൻ കഴിഞ്ഞു. ഇന്ദ്ര ഒന്ന് തിരിയുമ്പോൾ പാർവതിയും യദുവിൻ്റെ അമ്മയും അടക്കി ചിരിക്കും. ഒട്ടും സാരി ഉടുക്കാൻ വശമില്ലാതിരുന്ന ഇന്ദ്ര സാരിയും വലിച്ചു ചുറ്റി നടക്കുന്നത് അവർക്ക് കണ്ടു ചിരിക്കാൻ പറ്റിയ ഒരു കാഴ്ചയായി മാറി. നോക്കൂ, നിങ്ങൾക്കൊരു പക്ഷേ തോന്നിയേക്കാം ഇന്ദ്ര കണ്ണുനീർ നായികയാണെന്ന്. അതെ, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഒരാൾക്ക് മറ്റൊരാളുടെ സ്വഭാവമായി മാറാൻ കഴിയില്ല. ഇന്ദ്ര ജനിച്ചു വളർന്ന ചുറ്റുപാടിൽ പരസ്പരം കുത്തി നോവിച്ച് രസിക്കുന്നവരെയോ വേദനിപ്പിക്കുന്നവരെയോ അവൾ കണ്ടിട്ടില്ല. അവൾക്ക് തിരിച്ചും അതൊന്നും വശമില്ല. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അതാണ് സത്യം. ഒരു നാൾ കുളി കഴിഞ്ഞിറങ്ങി ഇന്ദ്ര കാണുന്നത് തൻ്റെ ആഭരണങ്ങൾ എടുത്തു നോക്കുന്ന പാർവതിയാണ്. ഇന്ദ്രയെ കണ്ടിട്ടും അവൾക്ക് യാതൊരു ഭാവമാറ്റവും ഇല്ല. ഇതൊക്കെ പഴയ മോഡലാണല്ലോ, സ്വന്തം വിവാഹമായിരുന്നില്ലേ, ഇങ്ങനെ പണിക്കൂലി ഒഴിവാക്കാൻ പിശുക്കണോ? പാർവതി എടുത്തു ചോദിച്ചു. ആ, അല്ലെങ്കിലും ഈ പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്ന വീട്ടിൽ പിശുക്കത്തരം കൂടുമെന്ന് കേട്ടിട്ടുണ്ട്, പാർവതി ആരോടുന്നില്ലാതെ പറഞ്ഞു. തൻ്റെ അമ്മയെ ഉദ്ദേശിച്ചാണ് അത് പറയുന്നതെന്ന് മനസ്സിലായെങ്കിലും ഇന്ദ്രക്ക് തിരിച്ച് എന്ത് പറയണമെന്ന് നിശ്ചയമില്ലായിരുന്നു. 60 പവനിലേറെയും അതും കഴിഞ്ഞ് 1 ലക്ഷം രൂപയും കൊടുത്തിട്ട് തൻ്റെ വീട്ടുകാർ പിശുക്കന്മാരാണെന്ന് എങ്ങനെ പാർവതിക്ക് പറയാൻ കഴിയുന്നു എന്നൊരു ചോദ്യം ഇന്ദ്രയുടെ ഉള്ളിൽ നിറഞ്ഞു പൊള്ളി. ഈ ഒരു മാലയും 2 വളയും ഞാൻ എടുക്കുന്നുണ്ട്. വാസുവേട്ടൻ്റെ കുടുംബത്തിൽ ഒരു കല്യാണമുണ്ട്, അത് കഴിഞ്ഞിട്ട് തന്നേക്കാം. പാർവതി പറയലും ആഭരണം കൊണ്ട് മുറിയിൽ നിന്ന് കടക്കലും കഴിഞ്ഞിരുന്നു. ഇന്ദ്രയുടെ നെടുവീർപ്പോടെ ബാക്കി ആഭരണങ്ങൾ എടുത്ത് പെട്ടിയിലാക്കി അലമാരയിൽ തിരികെ വെച്ചു. തലയിൽ തോർത്തുമുണ്ടൊന്ന് ഊരിക്കൊണ്ട് കുളിക്കാൻ നേരം മേശപ്പുറത്ത് ഊരിവെച്ച തൻ്റെ മോതിരം നോക്കിയ ഇന്ദ്ര ഞെട്ടിപ്പോയി. അതവിടെ കാണാനുണ്ടായിരുന്നില്ല. കുളിക്കാൻ നേരം അവിടെ തന്നെയാണ് വെച്ചതെന്ന് ഉറപ്പുണ്ടായിരുന്നു ഇന്ദ്രക്ക്. മുറിയൊട്ടാകെ അവൾ അത് അരിച്ചു പെറുക്കി തിരഞ്ഞുകൊണ്ടിരുന്നു. അന്ന് പോയ മോതിരത്തിൻ്റെ പൊടി പോലും പിന്നെ ഇന്ദ്രക്ക് കാണാൻ കഴിഞ്ഞില്ല. യദുവിൻ്റെ അമ്മയോട് പറഞ്ഞപ്പോൾ ഇന്ദ്രയുടെ ശ്രദ്ധയില്ലായ്മയാണെന്നും പറഞ്ഞ് വഴക്ക് കേട്ടത് മിച്ചം. മോതിരത്തിൻ്റെ ഒപ്പം തന്നെ പാർവതി ഇന്ദ്രയുടെ കയ്യിൽ നിന്നും വാങ്ങിക്കൊണ്ടുപോയ സ്വർണത്തെ പറ്റിയും കണക്കില്ലാതെയായി. ഏറെക്കുറെ ആ വീട്ടിലെ ചുറ്റുപാടുകളോട് ഇന്ദ്ര പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരുന്നു. രാവിലെ ഉറക്കമുണർന്നത് മുതൽ രാത്രി ഉറങ്ങുന്നവരെ പണിയെടുത്തിട്ടും ഇന്ദ്ര കഴിക്കുന്ന ഭക്ഷണത്തിനടക്കം യദുവിൻ്റെ അമ്മ കണക്ക് പറഞ്ഞു തുടങ്ങി. ആ വീട്ടിൽ ആണുങ്ങൾ രാജാക്കന്മാരെ പോലെയാണ് ജീവിച്ചിരുന്നത്. അവരെ അങ്ങനെ കണ്ടേക്കണം, അവരങ്ങനെ പരിചരിക്കണം, അതായിരുന്നു അവിടുത്തെ നിയമം. ഇന്ദ്രപതി അവരുടെ അതേ പാത പിൻപറ്റിക്കൊണ്ടിരുന്നു. രാത്രി ഏറെ വൈകി വരുന്ന യദുവിനോട് പോലും 2 അക്ഷരം സംസാരിക്കാൻ സമയം തികയാത്ത അവസ്ഥയായിരുന്നു ഇന്ദ്രക്ക്. ഇന്ദ്ര എല്ലാ അർത്ഥത്തിലും കുലസ്ത്രീപട്ടം അലങ്കരിക്കാൻ തുടങ്ങി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഒരു മണ്ണിൽ നിന്ന് വേറൊരു മണ്ണിലേക്ക് പറിച്ചു നടുമ്പോഴുള്ള ഒരു ചെടിയുടെ അവസ്ഥ. ആദ്യത്തെ കുറച്ച് ദിവസം അതിനുണ്ടാവുന്ന വാട്ട ഒഴിച്ചാൽ അത് പുതിയ മണ്ണിനെ സ്നേഹിച്ചു തുടങ്ങണം, അതാണ് നിയമം. പക്ഷെ കനത്ത വെയിലിലേക്ക് പറിച്ചു നടപ്പെട്ട ചെടിയാണെങ്കിലോ അത് വളരില്ല, തളരും. എല്ലാ കാലത്തും അതിന് തളർച്ച മാത്രമേ ഉണ്ടാവൂ. പിടിച്ചു നിൽക്കണം, കരുത്തോടെ വളരണം എന്നൊക്കെ പുറമേ നിന്ന് കാണുന്നവർക്ക് ഉപദേശിക്കാം. വേനലിൽ നിൽക്കുന്നവർക്ക് പിടിച്ചു നിൽക്കാനും കരുത്തോടെ വളരാനും വേണ്ട വെള്ളവും വളവും എവിടെ നിന്ന് കിട്ടും? ആരെങ്കിലും കൊടുക്കണ്ടേ? വേണ്ടേ? ഇന്ദ്രയും ദിനം പ്രതി തളർന്നുകൊണ്ടിരുന്നു. ഇടയ്ക്ക് ഇന്ദ്രയുടെ വീട്ടുകാരും വരുമ്പോഴും യദുവിൻ്റെ അമ്മ മാറ്റമില്ലാതെ തന്നെ തുടർന്നു. വീർപ്പിച്ച് കെട്ടിയ മുഖവുമായി അവർ ഇന്ദ്രയുടെ വീട്ടുകാരെ വരവേറ്റു.
ഏതു നല്ലവനായതുകൊണ്ട് മാത്രം ഇന്ദ്ര പിടിച്ചു നിന്നു. ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവുമെന്നോർത്തുകൊണ്ട് തന്നെ. ഇന്ദ്രയുടെ വീട്ടുകാർ വരുമ്പോൾ അത്രയും വീടിൻ്റെ ഊൺമേശ കാറച്ചുവ അടിച്ച പലഹാരങ്ങൾ കൊണ്ട് നിറഞ്ഞു. തെങ്ങിന് വളമാക്കാൻ വെച്ച ഭക്ഷണം കൊണ്ട് അവിടെ ഇന്ദ്രയുടെ വീട്ടുകാരെ സ്വീകരിച്ചിരുത്തി. ഇന്ദ്ര ഒരക്ഷരം എതിർക്കാതെ നിന്ന് ശീലിച്ചു. മറ്റൊരു അതിശയം എന്തെന്നാൽ മാസങ്ങളോളം വഴക്കു കൂടിയാൽ യദുവിൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ കണ്ടാൽ പോലും മിണ്ടില്ല എന്നതായിരുന്നു സത്യം. ഇന്ദ്രയുടെ വീട്ടിൽ സാധാരണ വീട്ടിലുണ്ടാവുമ്പോഴുള്ള സൗന്ദര്യ പിണക്കങ്ങൾ ഒഴിച്ചാൽ ഇത്തരത്തിൽ ശത്രുത മനസ്സിൽ കൊണ്ട് നടക്കുന്നവർ ഉണ്ടായിരുന്നില്ല. ദിവസവും രാവിലെ 5 മണിക്ക് മുമ്പേ ഉറങ്ങണം. പലപ്പോഴും മുന്നേ എഴുന്നേൽക്കണം. പലപ്പോഴും രാത്രി 1 മണിക്കാണ് ഇന്ദ്ര ഉറങ്ങുന്നത് പോലും. പകലുടനീളം ഒന്നിരിക്കാനോ കിടക്കാനോ ഒഴിവില്ലാതെയായി. എന്തൊക്കെ ചെയ്താലും യദുവിൻ്റെ അമ്മയുടെ മുഖം തെളിയുന്നുമില്ല. ഒരു ദിവസം കാലത്ത് എഴുന്നേൽക്കാൻ അല്പം വൈകിയത് കാരണം യദുവിൻ്റെ അമ്മ ഇന്ദ്രയുടെ നേരക്ക് 4 ചാട്ടമായിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ആ സ്ത്രീ ഒരാഴ്ചത്തോളം ഇന്ദ്രയോട് മിണ്ടുക പോലും ചെയ്തില്ല. പിന്നീട് അങ്ങോട്ട് ഉറക്കത്തിൽ പലവട്ടം ഇന്ദ്ര ഞെട്ടി ഉണരുമായിരുന്നു. ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് സമയമായില്ലെന്ന് കണ്ട ഇരുന്നുറങ്ങുന്ന ഇന്ദ്രയെ യദു കളിയാക്കുമായിരുന്നു. പക്ഷേ യദു ഒരിക്കൽ പോലും ആ വീടിൻ്റെ ഉള്ളിൽ ഇന്ദ്ര അനുഭവിക്കുന്ന യാതനകളെക്കുറിച്ച് അറിഞ്ഞതുപോലുമില്ല. ഒരു പക്ഷേ പലതും കണ്ടില്ലെന്ന് നടിച്ചു. ആ വീട്ടിലെ സകലരുടെയും അടിവസ്ത്രം അലക്കുന്നത് പോലും ഇന്ദ്രയുടെ ജോലിയായി മാറി. പാർവതിയേറെയും അവിടെ തന്നെയായിരുന്നു. മനുഷ്യന്മാരെ നിറത്തിൻ്റെ പേരിൽ മാത്രം സ്നേഹിക്കുകയും സ്നേഹിക്കാതിരിക്കുകയും ചെയ്തിരുന്ന ഒരു സ്ത്രീ. തൻ്റെ സൗന്ദര്യത്തിൽ കുന്നോളം അഹങ്കരിച്ചിരുന്നവൾ അത് മാത്രമായിരുന്നു പാർവതി. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ പറമ്പിലെ ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെ എണ്ണം പറഞ്ഞ് പാർവതി മേടിച്ചു കൊണ്ടുപോകും. അങ്ങനെ ഒട്ടും സുഖകരമില്ലാത്തൊരു അന്തരീക്ഷത്തിലാണ് ഇന്ദ്രയെ തേടി ആ സന്തോഷദിനം എത്തിയത്. ഇന്ദ്ര ഒരു അമ്മയായിരിക്കുന്നു. ആദ്യം ചെറുതായി കണ്ട ക്ഷീണവും തളർച്ചയും പിന്നെ കൂടിക്കൂടി വരികയായിരുന്നു. ഒരു വിശ്രമവും ഇല്ലാതെ അടുക്കള ജോലി കാരണമായിരിക്കാം എന്ന് ആദ്യം വിചാരിച്ചുവെങ്കിലും പിന്നീട് ഇന്ദ്ര തിരിച്ചറിഞ്ഞത് ഇന്ദ്ര ഒരു അമ്മയാവാൻ പോവുകയാണെന്ന്. ഇന്ദ്രയ്ക്കും യദുവിനും അത് ഒരുപോലെ സന്തോഷം തരുന്ന വാർത്തയായിരുന്നു. യദുവിൻ്റെ അമ്മക്കും പാർവതിക്കും അതോടെ തന്നോടുള്ള സമീപനം മാറുമെന്ന് കരുതിയ ഇന്ദ്രയ്ക്ക് തെറ്റി. ആ വാർത്ത അവർക്ക് പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും ഉണ്ടാക്കിയില്ല എന്നതായിരുന്നു വാസ്തവം. എങ്കിലും യദുവിൻ്റെ അച്ഛനും സാജനും സുധീറുമെല്ലാം സന്തോഷത്തിൽ തന്നെയായിരുന്നു. പക്ഷേ വിശ്രമം വേണ്ട സമയങ്ങളിലെല്ലാം ഇന്ദ്രയ്ക്ക് എല്ലും മുറിയെ പണിയെടുക്കേണ്ടി വന്നു. പഴയ കാലത്തെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് പേര് കുഞ്ഞുങ്ങളെ പ്രസവിക്കും. അവരെ ആരുടെയും സഹായം കൂടാതെ പോറ്റി വളർത്തും. എന്നിട്ട് അടുത്ത തലമുറയിലെ സ്ത്രീകളും അങ്ങനെ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ അതേ രീതിയിൽ തന്നെ കുഞ്ഞുങ്ങളെ വളർത്തണമെന്ന് ദുർവാശി കാണിക്കുകയും ചെയ്യും. ഇവിടെ യദുവിൻ്റെ അമ്മയും അത്തരത്തിലൊരു സ്ത്രീ തന്നെയായിരുന്നു. യദുവിൻ്റെ അച്ഛനോടൊപ്പം മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കുമ്പോൾ ഓലമേഞ്ഞൊരു വീട്ടിലായിരുന്നു ആദ്യം അവർ താമസിച്ചിരുന്നതെന്ന് പോലും. കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് പോലും. അതുകൊണ്ട് ഇന്ദ്ര പാറ്റ തിരിയുന്ന പോലെ അടുക്കളപ്പണിയും പുറംപണിയുമായി ദിവസങ്ങൾ തള്ളി നീക്കുന്നത് അവരിൽ ഒരു മാറ്റവും ഉണ്ടാക്കിയില്ല എന്നതാണ് സത്യം. പാർവതിയും അതേപടിയായിരുന്നു. ഞാനും പ്രസവിച്ചിട്ടുണ്ട് 3 എണ്ണത്തിനെ എന്നൊരു മട്ട്. ഇന്ദ്രയ്ക്ക് ചില ദിവസങ്ങളിൽ വല്ലാത്ത തളർച്ച വന്നു തുടങ്ങി. മറ്റ് ചില ദിവസങ്ങൾ ഉറക്കത്തിൽ ശക്തമായ ശരീരവേദന കൊണ്ട് അവൾ ഞെട്ടി ഉണർന്നുകൊണ്ടിരുന്നു. ഇടയ്ക്ക് രാത്രി ഒറ്റയ്ക്ക് ഇരുന്ന് കരയാൻ തുടങ്ങി. വീട്ടിലേക്ക് പോകട്ടെ എന്ന് ചോദിക്കുമ്പോൾ അത്രയും യദുവിൻ്റെ അമ്മ അവളെ കടിച്ചു കീറാൻ ചെല്ലും. അതുമല്ലെങ്കിൽ ഇന്ദ്ര പുറപ്പെടുന്ന പിറ്റേ ദിവസം യദുവിൻ്റെ അമ്മ തലചുറ്റി കിടക്കും. അതോടെ ഇന്ദ്ര പിന്നെയും ആ വീട്ടിൽ തളക്കപ്പെടും. ഇന്ദ്രയുടെ അമ്മ പലവട്ടം അവളെ ഉപദേശിച്ചു. ഇന്ദ്രയുടെ പെറ്റമ്മയെ പോലെ ഒരു സ്ത്രീ വിരളമായിരിക്കും. അവരെ പോലെ ഒരേ സമയം തൻ്റെയും അതേസമയം മനുഷ്യപ്പറ്റുള്ള വിദ്യാസമ്പന്നരായ ഒരു സ്ത്രീക്ക് ജനിക്കേണ്ട മകളല്ലായിരുന്നു ഇന്ദ്ര. സാധുവാവുന്നതൊരിക്കലും ഒരു കുറ്റമല്ലല്ലോ അല്ലേ? ഇന്ദ്രയുടെ അമ്മക്ക് അവൾക്ക് എല്ലാവർക്കും അടിമപ്പണി ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ലെന്നും തുടർന്ന് പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കാമെന്നും പറഞ്ഞു. ഇന്ദ്ര അത് വലത്തെ ചെവിയിലൂടെ കേട്ട് ഇടത്തെ ചെവിയിലൂടെ അങ്ങ് വിട്ടുകളഞ്ഞു. ഇന്ദ്രയ്ക്ക് യദുവിൻ്റെ വീടിൻ്റെ സാഹചര്യത്തിൽ അത്രേ പറ്റുകയുണ്ടായിരുന്നുള്ളൂ. യദുവിൻ്റെ വീട്ടിൽ നിന്നൊന്ന് തുമ്മാൻ പോലും യദുവിൻ്റെ അമ്മ മുതൽ എല്ലാവരുടെയും സമ്മതം വേണമായിരുന്നു. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ തുടർന്ന് പഠിക്കാൻ പോയിട്ട് അതിനെപ്പറ്റി യദുവിനോട് അമ്മയോട് സംസാരിക്കുന്നത് പോലും ഇന്ദ്രയ്ക്ക് ഭയമായിരുന്നു. ഗർഭകാലം അവൾക്ക് വേദനകളും സങ്കടങ്ങളും നിറഞ്ഞതായിരുന്നു. നിറവയറും ചുമന്നുകൊണ്ട് ഒരു പെണ്ണ് അയഞ്ഞൊരു സാരിയും ചുറ്റി നിലം തുടക്കുന്നതും മുറ്റടിക്കുന്നതും പാത്രം കഴുകുന്നതും ഒക്കെ നിങ്ങൾക്ക് കൺമുന്നിൽ കാണാനില്ലേ? അതും കുത്തി നോവിക്കുന്നവരുടെയും പരിഹസിക്കുന്നവരുടെയും ഇടയിൽ എതിർത്തൊരു വാക്ക് പോലും പറയാൻ അറിയാതെ അത് വിങ്ങുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അതൊക്കെ കണ്ട് രസിക്കുന്നവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. എത്രമാത്രം വിഷമായിരിക്കും അവരുടെ ഉള്ളിൽ. അതെ, ഇന്ദ്ര ജീവിക്കുന്നത് മനസ്സ് മുഴുവൻ വിഷം നിറച്ച് ജീവിക്കുന്നവരുടെ കൂടെ തന്നെയായിരുന്നു.
ദിവസങ്ങൾ ആഴ്ചകൾക്കും മാസങ്ങൾക്കും വഴിമാറി. ഇന്ദ്രയുടെ നിറവയർ അവളുടെ ക്ഷീണം ഇരട്ടിയാക്കിയപ്പോഴും അടുക്കളയിലെയും പറമ്പിലെയും പണികൾക്ക് മാത്രം ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ നോവുകളുടെയും കാത്തിരിപ്പിൻ്റെയും അവസാനത്തിൽ അവൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. കുഞ്ഞു പിറന്നോടെ യദുവിൻ്റെ അമ്മയുടെയും പാർവതിയുടെയും കുത്തുവാക്കുകൾക്ക് പുതിയ ലക്ഷ്യം കൂടെയായി. അടുത്ത തലമുറയിലും ഒരു പെണ്ണ് തന്നെ എന്ന ഭാരം നിറഞ്ഞ നോട്ടങ്ങൾ. പക്ഷെ ഇതൊന്നും ഇന്ദ്രയെ തളർത്തിയില്ല. തൻ്റെ ചോരയായ കുഞ്ഞിനെ കുഞ്ഞു ചിരിയിൽ അവൾ സകല സങ്കടങ്ങളും മറന്നു. പക്ഷെ കുഞ്ഞു പിറന്നതോടെയാണ് ഇന്ദ്രയെ തകർത്ത് കളഞ്ഞ മാറ്റം യദുവിൽ തെളിഞ്ഞു തുടങ്ങിയത്. പണ്ട് രാത്രി വൈകി വന്നാലും ഇന്ദ്രയുടെ അടുത്ത് വന്ന് ചേർന്നിരുന്ന് സ്നേഹം പ്രകടിപ്പിച്ചിരുന്ന, വാഗ്ദാനങ്ങൾ തന്നിരുന്ന യദു ഇപ്പോൾ പൂർണ്ണമായി മാറിയിരിക്കുന്നു. അവളുടെ അരികിലേക്ക് വരാൻ അവൻ മടിച്ചു. പ്രസവത്തിന് ശേഷം തന്നോട് യാതൊരു താല്പര്യവുമില്ലാത്തതുപോലെ അവൻ അകന്നു നിന്നു. അത്രമാത്രമല്ല, സൗന്ദര്യത്തെക്കുറിച്ചും ആകാരവടിവിനെക്കുറിച്ചും മറ്റുമുള്ള പെണ്ണുങ്ങളുടെ ഭാവിയെക്കുറിച്ചും അവൻ ഇന്ദ്രയുടെ മുന്നിൽ വെച്ച് നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്നു. നീ ഇപ്പോൾ ആകെ കോലം കെട്ടു, ഒന്നുമില്ലെങ്കിലും സ്വയം ഒന്ന് ശ്രദ്ധിച്ചൂടെ എന്നൊക്കെ അവൻ യാതൊരു ദയവുമില്ലാതെ അവളുടെ മുഖത്ത് നോക്കി ചോദിച്ചു. അപ്പോഴൊക്കെയും ഉള്ളിലൊരിറ്റ് ചോര പൊടിഞ്ഞെങ്കിലും തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനല്ലേ എന്നോർത്ത് അവളെല്ലാം സഹിച്ചു. അങ്ങനെ ഇരിക്കെയാണ് ഒരു രാത്രിയിൽ ആ ദാരുണമായ സത്യം ഇന്ദ്രയുടെ മുന്നിൽ വെളിപ്പെട്ടത്. രാത്രി ഏറെ വൈകിയിരുന്നു. കുഞ്ഞിന് പാല് കൊടുത്ത് തൊട്ടിൽ കിടത്തിയ ശേഷം അല്പം വെള്ളം കുടിക്കാനായി ഇന്ദ്ര മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. ഹാളിൻ്റെ ഇരുട്ടിൽ ഉമ്മറത്തേക്ക് ഇറങ്ങുന്ന വാതിലിനടുത്ത് നിൽക്കുന്ന യദുവിൻ്റെ നിഴൽ അവൾ കണ്ടു. അവൻ ഫോണിൽ ആരോടോ സംസാരിക്കുകയാണ്. മഴയുടെ നേർത്ത ശബ്ദത്തിനിടയിലൂടെ ഇന്ദ്ര പതുക്കെ അവനടുത്തേക്ക് നടന്നു. അവൻ സംസാരിക്കുന്നത് കേട്ട് അവൾ തറഞ്ഞു നിന്നുപോയി. നീയില്ലാതെ എനിക്ക് പറ്റുന്നില്ലടാ. അവിടെ കിടക്കുന്നതിനേക്കാൾ എത്രയോ ആശ്വാസമാണ് നിന്റെ ശബ്ദം കേൾക്കുമ്പോൾ. ഈ മാസം അവസാനം നമുക്ക് എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാം. അപ്പുറത്ത് നിന്നും കേൾക്കുന്ന പെൺശബ്ദത്തോടും അവളുടെ കൊഞ്ചലുകളോടും യദു അത്രമേൽ അനുരാഗത്തോടെയാണ് സംസാരിക്കുന്നത്. ഇന്ദ്രയുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം ഇടിഞ്ഞു വീണു. അത്രയും കാലം താൻ സഹിച്ച പീഡനങ്ങളും അപമാനങ്ങളും വിശപ്പും ക്ഷീണവുമെല്ലാം ഈ ഒരു മനുഷ്യന് വേണ്ടിയായിരുന്നു. അവൻ വേറൊരു പെണ്ണുമായി ബന്ധത്തിലാണ്. ഇന്ദ്രയുടെ ഉള്ളിൽ ആ ഒരു നിമിഷം അത്രയും കാലം അടക്കി വെച്ച അഗ്നി പടർന്നു പിടിച്ചു. മറ്റെന്തു സഹിക്കാം, പക്ഷെ തൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന, തൻ്റെ വിശ്വസ്തതയെ വഞ്ചിക്കുന്ന ഈ ചതി മാത്രം അവൾക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. ആരായത് കേട്ടോ ആ ഫോണിൽ? ഇന്ദ്രയുടെ ശാന്തവും എന്നാൽ കനത്തതുമായ ശബ്ദം കേട്ട് ഏതു ഞെട്ടിത്തിരിഞ്ഞ് ഒന്ന് നോക്കി. അവൻ്റെ കൈകളിൽ നിന്നും ഫോൺ താഴെ വീഴാൻ പോയി. നീ എന്താ ഈ സമയത്ത് ഇവിടെ? അവൻ പരിഭ്രമം മറക്കാൻ ശ്രമിച്ചു. ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ആരുമായിട്ടാ നിങ്ങൾ ഈ അർദ്ധരാത്രിയിൽ കൊഞ്ചിക്കുഴയുന്നത്? എന്നെ ചതിക്കുകയായിരുന്നു നിങ്ങൾ? ഇന്ദ്ര ശബ്ദമുയർത്തി. യദുവിൻ്റെ മുഖം ദേഷ്യവും ഭയവും കൊണ്ട് ചുവന്നു. തൻ്റെ തെറ്റ് പിടിക്കപ്പെട്ടു എന്ന നാണക്കേട് അവനെ ക്രൂരമനാക്കി മാറ്റി. നിനക്ക് വട്ടാണ്, ചുമ്മാ ഓരോന്ന് സങ്കല്പിച്ചു കൂട്ടാതെ പോയി കിടന്നുറങ്ങടി, അവൻ അവൾക്ക് നേരെ ആക്രോശിച്ചു. ഇല്ല, ഇനി ഞാൻ അടങ്ങിയിരിക്കില്ല. നിങ്ങളുടെ അടിമപ്പണി എടുത്ത് ജീവിച്ചത് ഈ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ്. പക്ഷെ വേറൊരു പെണ്ണിൻ്റെ കൂടെയുള്ള നിങ്ങളെ സഹിച്ചുകൊണ്ട് എൻ്റെ ആത്മാഭിമാനം പണയം വെച്ച് ഒരിക്കൽ പോലും ഞാൻ ഇവിടെ ഇനി നിൽക്കില്ല. ഇതൊരു രീതിയിലും ഞാൻ അംഗീകരിച്ചു തരില്ല. ഇന്ദ്ര ഒട്ടും പതറാതെ അവന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഉറക്കെ പറഞ്ഞു. ആദ്യമായി ഇന്ദ്രയുടെ വായിൽ നിന്നും അങ്ങനെ ഒരു മറുപടി കേട്ട യദു അന്താളിച്ചു. എന്നാൽ തൊട്ടടുത്ത നിമിഷം അവൻ്റെ ആൺകോയ്മയും അപമാനവും ഇരച്ചു കയറി. എടി, നിനക്ക് എന്നെ ചോദ്യം ചെയ്യാനായോടി നീ? അവൻ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് മുറിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. വാതിലടച്ച് അവൾക്ക് നേരെ കൈയോങ്ങി. ഇന്ദ്രയുടെ കവിളിൽ അവൻ്റെ കൈകൾ ആഞ്ഞു പതിച്ചു. അവൾ നിലത്തേക്ക് തെറിച്ചു വീണു. നിനക്ക് ഞാൻ വേറൊരു പെണ്ണിൻ്റെ കൂടെ പോകുന്നതാണോടി കാണേണ്ടത്? എന്ന് കേട്ടോടി, നീ ഒരു വേശ്യയാണ്. നീ വേറെ ഏതോ ചെറുക്കനുമായിട്ട് അവിഹിത ബന്ധത്തിലാണ്. അതുകൊണ്ടല്ലേ നീ രാത്രി 12 മണിക്ക് ഇറങ്ങി നടക്കുന്നത്? അവൻ അവളുടെ മേൽ വല്ലാത്തൊരു ആരോപണം ഉന്നയിച്ച് അലറി. അവൻ്റെ ശബ്ദം കേട്ട് സുഭദ്രയും പാർവതിയും സാജനുമൊക്കെ ഓടി മുറിയിലെത്തി. സംഭവിച്ചത് എന്താണെന്ന് അറിയുന്നതിനു മുമ്പേ യദു നാടകീയമായി അമ്മയോടും പാർവതിയോടും പറഞ്ഞു. അമ്മേ, ഇവൾ രാത്രി ഏതോ ചെറുക്കൻ്റെ കൂടെ സംസാരിക്കുന്നത് ഞാൻ കയ്യോടെ പിടിച്ചതാണ്. ചോദിച്ചപ്പോൾ എന്നെ വന്ന് ആക്രമിക്കുന്നു. സത്യം എന്താണെന്ന് ആ വീട്ടിൽ എല്ലാവർക്കും അറിയാമായിരുന്നിട്ടും ഇന്ദ്രയെ തറ പറ്റിയേക്കാൻ കിട്ടിയ അവസരം സുഭദ്രയും പാർവതിയും ആഘോഷമാക്കി. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ തലയിൽ ഇങ്ങനെ ഒരു സാധനത്തിനെയാണല്ലോ കൊണ്ടുവന്ന് കെട്ടിവെച്ചത്. വേശ്യ! സുഭദ്ര നെഞ്ചത്തടിച്ചു. ഇത്രയും ദിവസം ഞങ്ങൾ സംശയിച്ചതാ. ഇത്രയും വലിയൊരു അഹങ്കാരിയെ കണ്ടിട്ടില്ല. സ്വന്തം ഭർത്താവിനെ ചതിക്കുന്ന നിനക്കൊക്കെ എന്തിൻ്റെ കേടാടി? പാർവതി അറപ്പോടെ അവളുടെ നേരേക്ക് തുപ്പി. കൂടെ നിൽക്കുന്നവരുടെ മുന്നിൽ താൻ ചെയ്യാത്ത തെറ്റിന് ഒരു വേശ്യയായി ചിത്രീകരിക്കപ്പെടുമ്പോൾ ഇന്ദ്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കരഞ്ഞു തളർന്ന് അയാൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ വല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു.
ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഉറക്കി കരഞ്ഞ് ഞാൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ കൂടി നിൽക്കുന്നവർ എന്നെ ഒരു വേശ്യയായി ചിത്രീകരിച്ചു കഴിഞ്ഞു. ഇന്ദ്ര പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി ഫോണെടുത്തു. വിറക്കുന്ന കൈകളോടെ അവൾ സ്വന്തം അമ്മയുടെ നമ്പറിലേക്ക് വിളിച്ചു. അപ്പുറത്ത് ഫോൺ എടുത്തപാടെ ഇന്ദ്രയുടെ വാക്കുകൾ കരച്ചിലിൽ മുങ്ങി. അമ്മേ, എന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പോ. എനിക്ക് ഇനിയൊരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. അമ്മേ, അവിടെ എന്നെ കൊന്നു കൊല വിളിക്കുകയാ. അമ്മ വേഗം വാ. മകളുടെ കരച്ചിൽ കേട്ട് അപ്പുറത്ത് സരോജിനി ടീച്ചറുടെ ഉള്ളിൽ പിടഞ്ഞു. മോൾ പേടിക്കണ്ട, അമ്മ ഇപ്പോൾ വരും. അരമണിക്കൂറിനുള്ളിൽ സരോജിനി ടീച്ചറും ദിവാകരനും വീട്ടിലെത്തി. വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയ സരോജിനി ടീച്ചർ കണ്ടത് കരഞ്ഞു തളർന്ന് അടിയേറ്റ് കവിൾ ചുവന്ന് വീർത്ത ഇന്ദ്രയെയും കുഞ്ഞിനെയും പിടിച്ച് ഒരു മൂലയിൽ നിൽക്കുന്ന കാഴ്ചയാണ്. സുഭദ്ര വന്ന് സരോജിനി ടീച്ചർക്ക് നേരെ വീണ്ടും വിഷൻ ചീറ്റാൻ തുടങ്ങി. വന്നല്ലോ, മകളെ പഠിപ്പിച്ചു വിട്ട ടീച്ചർ. ഇവളുടെ ലീലാവിലാസങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ വരുന്നത്? എന്നാൽ സരോജിനി ടീച്ചർ സുഭദ്രയെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. അവർ നേരെ നടന്നത് അഹങ്കാരത്തോടെ തലയുയർത്തി നിൽക്കുന്ന യദുവിൻ്റെ അടുത്തേക്കാണ്. ഒരു നിമിഷം പോലും വൈകാതെ സരോജിനി ടീച്ചർ ആഞ്ഞൊന്ന് പൊട്ടിച്ചു. ഹാളിൽ ആ അടി മുഴങ്ങി കേട്ടു. യദു കവിൽ കൈവച്ച് അമ്പരപ്പോടെ പിന്നോട്ട് മാറി. സുഭദ്രയും പാർവതിയും അന്തം വിട്ടുപോയി. അടിമവേല ചെയ്യാൻ ഒരു പെണ്ണിനെ കിട്ടിയപ്പോൾ നിനക്കൊക്കെ തോന്നിയതല്ലേടാ ഇത്? സരോജിനി ടീച്ചറുടെ ശബ്ദം ഗർജനം പോലെ ഉയർന്നു. പെണ്ണുങ്ങൾ പണിതുണ്ടാക്കുന്ന കാശിൽ ജീവിക്കാൻ മടിയുള്ളവരും പെണ്ണിൻ്റെ ആത്മാഭിമാനം ചവിട്ടി മെതിക്കുന്നവരുമുള്ള ആണ് യഥാർത്ഥ വേശ്യകൾ. എൻ്റെ മോൾ സാധുവായതുകൊണ്ടാ ഇതൊക്കെ അനുഭവിച്ചത്. ടീച്ചർ യദുവിനെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. കേട്ടോ യദുവേ, നീ എൻ്റെ മകളെ തൊട്ടതിനും ഇല്ലാത്ത അവിഹിത ആരോപിച്ചത് അപമാനിച്ചതിനുള്ള മറുപടി കാലം നിനക്ക് തരും. എൻ്റെ മോളെ നീ ഇവിടെ ഇട്ടിട്ട് പോയ പഴകിയ തുണിയേക്കാൾ മോശമായിട്ടാണ് കണ്ടതല്ലേ? എന്നാൽ നോക്കിക്കോ, നിന്നേക്കാൾ വലിയൊരു നിലയിൽ തലയുയർത്തി ബഹുമാനത്തോടെ എൻ്റെ മോൾ ജീവിച്ച് കാണിച്ചു തരും. അത് കാണാൻ നിൻ്റെ ഈ കണ്ണുകൾ ഉണ്ടാവണം. സരോജിനി ടീച്ചർ ഇന്ദ്രയുടെ കൈപിടിച്ച് കുഞ്ഞിനെ എടുത്ത് ആ വീടിൻ്റെ പടിയിറങ്ങി. ഇന്ദ്ര തിരിഞ്ഞു നോക്കിയില്ല. താൻ അത്രയും കാലം അനുഭവിച്ച കല്ലുകടികളും കണ്ണീരും ആ വീടിൻ്റെ ഉമ്മറത്തുപേക്ഷിച്ച് സ്വന്തം കാലിൽ നിൽക്കാനും തനിക്ക് മുന്നിൽ അടഞ്ഞുപോയ എന്ന് കരുതിയ പുതിയൊരു ലോകം കീഴടക്കാനുമായിരുന്നു അവൾ അമ്മയുടെ കൂടെ നടന്നു നീങ്ങിയത്. വർഷങ്ങൾക്ക് മുമ്പ് കണ്ണീരോടെയും അപമാനത്തോടെയും ആ വീടിൻ്റെ പടിയിറങ്ങിയ ആ പഴയ ഇന്ദ്ര ആയിരുന്നില്ല പിന്നീട്. സരോജിനി ടീച്ചറുടെയും ദിവാകരൻ്റെയും പിന്തുണയോടെ തളർന്നു പോയ മനസ്സിനെ വീണ്ടെടുത്ത് അവൾ വീണ്ടും പുസ്തകങ്ങൾ കയ്യിലെടുത്തു. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കുഞ്ഞിനെ ഉറക്കിക്കിടത്തി അവൾ പഠിച്ചു. സ്വന്തം ആത്മാഭിമാനം വീണ്ടെടുക്കാൻ വേണ്ടി മാത്രം. കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ഇന്ദ്ര ഒരു ബാങ്കിൽ ഉദ്യോഗസ്ഥയായി ജോലിയിൽ പ്രവേശിച്ചു. പിന്നീട് പ്രൊമോഷനുകൾ നേടി പ്രമുഖ പൊതുമേഖലാ ബാങ്കിൻ്റെ ചീഫ് മാനേജർ പദവിയിലേക്ക് അവൾ ഉയർന്നു. മകൾ അനന്യയെ അമ്മ സരോജിനി ടീച്ചറുടെ മൂല്യങ്ങൾ പകർന്നു നൽകി അവൾ വളർത്തി. പഠനത്തിലും കലാകായിക രംഗങ്ങളിലും മിടുക്കിയായ അനന്യ ഇന്ന് പ്രശസ്തയായ ഒരു IT കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അമ്മയും മകളും ഇന്ന് സമൂഹത്തിൽ തലയുയർത്തി ബഹുമാനത്തോടെ ജീവിക്കുന്നു. എന്നാൽ മറുവശത്ത് യദുവിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ മറ്റൊന്നായിരുന്നു. ഇന്ദ്ര പടിയിറങ്ങിയതിന് ശേഷം യദു ആ പെണ്ണുമായി ചേർന്ന് പുതിയ ബിസിനസ്സുകൾ തുടങ്ങി. എന്നാൽ സതിയിൽ പണിതുയർത്തിയ സൗധങ്ങൾക്ക് ആയുസ് കുറവായിരുന്നു. യദുവിൻ്റെ ദുശ്ശീലങ്ങളും അഹങ്കാരവും കടത്തിൽ മുങ്ങി. കടം പെരുകിയപ്പോൾ യദു ടൗണിലെ പലചരക്ക് കടയും മറ്റു സ്വത്തുക്കളും വിറ്റു. ഒടുവിൽ തങ്ങൾ അത്രയും കാലം അഹങ്കരിച്ചിരുന്ന ആ വലിയ വീടും പറമ്പും ബാങ്കിൽ ഈടുവെച്ച് വലിയൊരു തുക വായ്പ എടുത്തു. എന്നാൽ ആ ബിസിനസ്സും തകർന്നു. ആഡംബരങ്ങളും അഹങ്കാരവും നിറഞ്ഞ വീട് ഇന്ന് കടക്കണിയിലായി ശാപമോക്ഷത്തിന് കാത്തിരിക്കുകയായിരുന്നു. ഒരു തിങ്കളാഴ്ച രാവിലെ യദുവിൻ്റെ വീടിൻ്റെ മുറ്റത്തേക്ക് ബാങ്കിൻ്റെ ഔദ്യോഗിക വാഹനം വന്ന് നിന്നു. കൂടെ പോലീസും ബാങ്ക് അധികൃതരുമുണ്ട്. വർഷങ്ങളായി തിരിച്ചടക്കാത്ത വായ്പ കാരണം ആ വീട് ജപ്തി ചെയ്യാനുള്ള അവസാന ഉത്തരവുമായിട്ടാണ് അവർ എത്തിയിരിക്കുന്നത്. വാഹനത്തിൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നത് പ്രായം ചെന്ന് കോലം കെട്ട് സുഭദ്രയും ഭർത്താവിൻ്റെ ഉപദ്രവം സഹിക്കാനാവാതെ തിരികെ വന്ന് കഴിയുന്ന പാർവതിയും രോഗിയായ അച്ഛൻ അരവിന്ദനുമൊക്കെയാണ്. ഉമ്മറത്തേക്ക് നടന്നു വന്ന യദുവിൻ്റെ മുഖത്ത് ഭയവും നിരാശയും നിഴലിച്ചിരുന്നു. അവനാകെ വയസ്സനായി ദരിദ്രനായി മാറിയിരിക്കുന്നു. ആരാ, എന്താ വേണ്ടത്? യദു വിറക്കുന്ന ശബ്ദത്തോടെ ചോദിച്ചു. ബാങ്ക് ഓഫീസർമാരുടെ ഇടയിൽ നിന്നും ഗാംഭീര്യമുള്ള കയ്യിൽ ജപ്തി ഓർഡറുമായി ആ സ്ത്രീ മുന്നോട്ട് വന്നു. മുഖത്ത് പണ്ടത്തെ ഭയമോ വിറയലോ ഇല്ല, പകരം അഗ്നി പോലെയുള്ള ഒരു ആത്മവിശ്വാസം. ഇന്ദ്ര. അവിടെ കണ്ടതും യദുവിൻ്റെയും സുഭദ്രയുടെയും പാർവതിയുടെയും കണ്ണുകൾ വിടർന്നു. ശ്വാസം നിലച്ചുപോയി. ഇന്ദ്ര. യദുവിൻ്റെ നാവിൽ നിന്നും ആ പേര് വിറയലോടെ പുറത്തു വന്നു. അതെ, ആ വീട് ജപ്തി ചെയ്യാനുള്ള ഉത്തരവുമായി ബാങ്കിൻ്റെ ചീഫ് മാനേജറായി നിൽക്കുന്നത് പണ്ട് അവർ വേശ്യ എന്ന് വിളിച്ച് ആട്ടിപ്പായിച്ച അവിഹിത ആരോപിച്ച് അടിച്ചിറക്കിയ അതേ ഇന്ദ്രയായിരുന്നു.
അവളുടെ തൊട്ടു പിന്നാലെ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ അണിഞ്ഞ് തിളങ്ങുന്ന കണ്ണുകളോടെ ഒരു സുന്ദരിയായ പെൺകുട്ടി കാറിൽ നിന്ന് ഇറങ്ങി വന്നു. അനന്യ, ഇന്ദ്രയുടെ മകൾ. യദു തൻ്റെ മകളെ കൊതിയോടെയും അപമാനത്തോടെയും നോക്കി. എപ്പോഴോ അവൻ ഉപേക്ഷിച്ചു പോയ സ്വന്തം ചോര ഇന്ന് അവൻ്റെ മുന്നിൽ ഒരു രാജകുമാരിയെപ്പോലെ തലയുയർത്തി നിൽക്കുന്നു. ഇന്ദ്ര സുഭദ്രയെയും പാർവതിയെയും ഒന്ന് നോക്കി. ഒരു കാലത്ത് സ്വന്തം സൗന്ദര്യത്തിലും ധനത്തിലും അഹങ്കരിച്ച് തന്നോട് ക്രൂരത കാണിച്ച ആ രണ്ട് സ്ത്രീകളും ഇന്ന് കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളുമായി വിശപ്പും ദാരിദ്ര്യവും കൊണ്ട് തളർന്ന് നാണം കെട്ട് തലകുനിച്ച് നിൽക്കുകയാണ്. സരോജിനി ടീച്ചർ അന്ന് പറഞ്ഞ വാക്കുകളിൽ യദുവിൻ്റെ കാതുകളിൽ ഇടിമിന്നൽ പോലെ മുഴങ്ങി. നിന്നേക്കാൾ വലിയൊരു നിലയിൽ തല ഉയർത്തി ബഹുമാനത്തോടെ എൻ്റെ മോൾ ജീവിച്ചു കാണിച്ചു തരുമെന്ന്, അത് കാണാൻ നിൻ്റെ ഈ കണ്ണുകൾ ഉണ്ടാവണമെന്ന് ഇന്ദ്ര ശാന്തമായ എന്നാൽ കനത്ത ശബ്ദത്തിൽ പറഞ്ഞു. യദു, ഈ ബാങ്കിൻ്റെ ചീഫ് മാനേജർ എന്ന നിലയിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. വർഷങ്ങളായി നിങ്ങൾ തിരിച്ചടക്കാത്ത വായ്പയുടെ പേരിൽ ഈ വീടും വസ്തുവകകളും ബാങ്ക് ഔദ്യോഗികമായി ജപ്തി ചെയ്യുകയാണ്. അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഈ വീട് ഒഴിഞ്ഞു തരണം. യദുവിൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ഒഴുകി. അവൻ ഇന്ദ്രയുടെ മുന്നിൽ കൈകൂപ്പി. ഇന്ദ്ര, എന്നോട് ക്ഷമിക്കണം. എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഞങ്ങളെ പെരുവഴിയിലാക്കരുത്. സുഭദ്രയും പാർവതിയും നാണക്കേട് കൊണ്ട് ഒരു വാക്കുപോലും മിണ്ടാനാവാതെ നിലത്തേക്ക് നോക്കി തളർന്നിരുന്നു. ഒരു കാലത്ത് തങ്ങൾ ചവിട്ടി മെതിച്ച പെണ്ണിൻ്റെ മുന്നിൽ ഇന്ന് അടിയറവ് പറയേണ്ടി വന്നതിൻ്റെ അപമാനം വരെ ജീവനോടെ ദഹിപ്പിക്കുകയായിരുന്നു. ഇന്ദ്ര യദുവിനെ നോക്കി അല്പം പോലും ദയയില്ലാതെ ശാന്തമായി പറഞ്ഞു. ഇത് വ്യക്തിപരമായ പകപോക്കലല്ല യദു, ഇത് നിയമമാണ്. പണ്ട് നിങ്ങൾ എന്നെ ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും വീശിയെന്ന് മുദ്ര കുത്തി ഇറക്കി വിട്ടപ്പോൾ എനിക്ക് ദൈവം തന്ന നിയമവും നീതിയും. നിങ്ങൾ വിതച്ചത് എന്താണോ അത് തന്നെയാണ് നിങ്ങളിപ്പോൾ കൊയ്യുന്നത്. അത്രയും പറഞ്ഞ് ഇന്ദ്ര ജപ്തി നോട്ടീസ് അവമുടത്തേക്ക് വെച്ചു. അനന്യ അമ്മയുടെ കൈകൾ ചേർത്ത് വെച്ച് പിടിച്ച് അഭിമാനത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു. ബാങ്ക് ഉദ്യോഗസ്ഥരും പോലീസും അവരുടെ ജോലി തുടരുമ്പോൾ അപമാനത്താൽ തലകുനിച്ച് നിൽക്കുന്ന ആ കുടുംബത്തെ പിന്നിലാക്കി ഇന്ദ്ര തൻ്റെ മകളോടൊപ്പം കാറിലേക്ക് കയറി. തൻ്റെ ഭൂതകാലത്തിലെ സങ്കട കണ്ണീരിനും സങ്കടങ്ങൾക്കും വിരാമമിട്ട് വർത്തമാനത്തിലെ വിജയത്തിൻ്റെ പ്രകാശത്തിലേക്ക് ഇന്ദ്ര തൻ്റെ മകളുമൊത്ത് യാത്രയായി. അവസാനിച്ചു. സൂര്യകാന്തി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പുതിയൊരു കഥയുമായി ഞാൻ ഉടനെ വരുന്നതാണ്. താങ്ക് യു.